ഇറാൻ ഇസ്രായേൽ യുദ്ധമൊക്കെ അവസാനിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ലോകത്ത് മനസമാധാനം ഉണ്ട് എന്നുള്ള വാർത്തകളാണ് വരുന്നത്. പക്ഷേ ഇപ്പോഴും നെതന്യാഹുവും അവിടെയുള്ള മത നേതാക്കന്മാരും ഈ യുദ്ധം അങ്ങ് അപ്പാടെ വിട്ടുകളയാൻ തയ്യാറല്ല എന്നുള്ളൊരു സൂചനകളൊക്കെ വരുന്നുണ്ട് എന്ന് കേൾക്കുന്നത്. എന്താണ് ഇപ്പോൾ പെട്ടെന്ന് ഒരു വാർത്ത വന്നിരിക്കുന്നത്? നെതന്യാഹുവിന് മാത്രമല്ല, ട്രംപിനും സ്വസ്ഥതയില്ല. അതായത് ഇറാൻ എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന പോലെ ഒരു മതം ഭരിക്കുന്ന ഒരു രാഷ്ട്രമാണ്. മുസ്ലിം ഷിയ വിഭാഗത്തിൻ്റെ ഒരു മതരാജ്യമാണ് ഇറാൻ. അപ്പോൾ അവിടെ പറയുന്ന ആ ഒരു വിഭാഗമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇപ്പോൾ ആയത്തുള്ള അൽ ഖമനി എന്ന് പറയുന്നത് അവരുടെ ഷിയ വിഭാഗത്തിൻ്റെ ഒരു പുരോഹിതനാണ്, അവരുടെ ഒരു മതമേലധ്യക്ഷൻ കൂടിയാണ്. അപ്പോൾ അയാളുടെ കീഴിലാണ് ഈ ഭരണം മുഴുവൻ നടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അവിടെയുള്ള ഒരു ഷിയ വിഭാഗത്തിലെ ഒരു ഉന്നത പുരോഹിതൻ അല്ലെങ്കിൽ മത നേതാവ് ഈ പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെയും ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെയും ഈ ഫത്വ പുറപ്പെടുവിച്ചിരിക്കുക. ഫത്വ എന്ന് പറഞ്ഞാൽ ഈ മതവിധി എന്നാണ് അതിൻ്റെ മലയാളം, അല്ലെങ്കിൽ മത നിർദ്ദേശം. അതായത് അത് പാലിക്കാൻ എല്ലാ മതവിശ്വാസികളും, അതായത് ആ സമുദായത്തെ പിന്തുടരുന്ന എല്ലാ വിശ്വാസികളും ബാധ്യസ്ഥരാണ്. മതകൽപ്പന, അതാണ് എൻ്റെ കറക്റ്റ് മീനിങ്. ഫത്വ എന്ന് പറയുന്നത് മതകൽപ്പനയാണ്. അപ്പോൾ ഇത് പ്രകാരം ഈ പറയുന്ന ഡൊണാൾഡ് ട്രംപിനും ബെഞ്ചമിൻ നെതന്യാഹുവിനും വധശിക്ഷ കൊടുക്കണം എന്നാണ് പറയുന്നത്. കാരണം സർവ്വലോക മുസ്ലിങ്ങൾ, ഇറാനിൽ മാത്രമല്ല മൊത്തത്തിലുള്ള മുസ്ലിങ്ങൾ രണ്ടുപേരും ഈ പറയുന്ന രണ്ടുപേരെയും, ഡൊണാൾഡ് ട്രംപിനെയും ബെഞ്ചമിൻ നെതന്യാഹുവിനെയും താഴെ ഇറക്കാൻ അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യാൻ യോജിക്കണം. അതൊന്നാമത്തെ കാര്യം. പിന്നെ ഷിയ സാമ്രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നവരെ യുദ്ധപ്രഭുക്കളായിട്ടാണ് കാണുക. അതായത് ഇവർ രണ്ടുപേരും ഇപ്പോൾ ഷിയ സാമ്രാജ്യം എന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ഇറാൻ, അതിനെതിരെ പ്രവർത്തിച്ച രണ്ടുപേരെയും യുദ്ധപ്രഭുക്കൾ എന്നാണ്. ഈ യുദ്ധപ്രഭുക്കൾ എന്ന് പറഞ്ഞാൽ അവിടെ ഉപയോഗിക്കുന്ന ഒരു വാക്കിൻ്റെ അർത്ഥമാണ് ഞാൻ പറയുന്നത്, യുദ്ധപ്രഭുക്കൾ. യഥാർത്ഥ പുള്ളി ഉപയോഗിച്ച പേര് മെഹ്റാബ് എന്നാണ്. MOHAREB, മൊഹ്റബ്. ഈ മൊഹ്റബ് എന്ന് പറഞ്ഞാൽ ഇറാനിൽ ആ ശൈലിയിൽ അവർ ഉദ്ദേശിക്കുന്നത് ദൈവത്തിനെതിരെ യുദ്ധം ചെയ്തയാൾ എന്നാണ്. മതനിന്ദ, ദൈവനിന്ദ, അതൊക്കെ ഭീകരമായ കുറ്റകൃത്യമാണ് ഇറാനിൽ നിന്നല്ല, ഒട്ടുമിക്ക മുസ്ലിം രാഷ്ട്രങ്ങളിലും അതാണ് അവസ്ഥ. അപ്പോൾ ഇങ്ങനെ ഇവർ രണ്ടുപേരെയും മൊഹ്റാബുകളായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതായത് ദൈവത്തിനെതിരെ കുറ്റം ചെയ്തയാൾ, ദൈവത്തിനെതിരെ യുദ്ധം ചെയ്തയാൾ, മതനിന്ദ നടത്തിയയാൾ എന്നാണ്. അങ്ങനെ ഇത്തരത്തിൽ കുറ്റകൃത്യം ചെയ്ത മൊഹ്റാബുകളെ ഇറാനിയൻ ശിക്ഷ അല്ലെങ്കിൽ അവരുടെ മതം നിഷ്കർഷിക്കുന്ന ശിക്ഷ ഇതൊക്കെയാണ്. അതായത് വധശിക്ഷ, പ്രധാനമായിട്ടും വധശിക്ഷ. 2, ഈ നമ്മൾ കുരിശു മരണം പോലെയുള്ള പീഡിപ്പിച്ചുള്ള കൊല്ലൽ, ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുക, അതും മരണം തന്നെ. പിന്നെ ഉള്ളത് അവയവങ്ങൾ വെട്ടിമാറ്റുക, കൈ കാലൊക്കെ വെട്ടുക. ഏറ്റവും കുറഞ്ഞ ലഘുവായ ശിക്ഷ നാടുകടത്തൽ. ഇപ്പം ഇവർ രണ്ടുപേരും ട്രംപിനെയൊക്കെ കൊണ്ടുപോയിട്ട് ഇറാനിൽ കൊണ്ടുപോയിട്ട് കയ്യും കാലൊക്കെ വെട്ടാൻ വേണ്ടി കൊണ്ടു നിർത്തുന്നതൊക്കെ ചിന്തിച്ചു നോക്കി. നടക്കുന്ന കാര്യമല്ലോ. അല്ല, ഇതിങ്ങനെ തള്ളി വിടാൻ എളുപ്പമാണ്. ആ തള്ളിനപ്പുറം ഇത് നടപ്പാകുമോ ഇല്ല എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ഇതൊന്നും കൊണ്ടും കഴിഞ്ഞില്ല. ഫത്വയിലുള്ള ഉള്ളടക്കം അതുകൊണ്ടും കഴിഞ്ഞില്ല. അതായത് ഈ ട്രംപിനും നെതന്യാഹുവിനും പിന്തുണ നൽകുന്ന മുസ്ലിങ്ങളായിട്ടുള്ളവരും അല്ലാത്തവരും അവരുടെ പ്രവൃത്തിയെ ഇവർ ഹറാമായിട്ടാണ് കാണുക. ഹറാം എന്ന് പറഞ്ഞാൽ മതനിഷിദ്ധമായിട്ടുള്ളത്. അതായത് അതും മറ്റൊരു ദൈവനിന്ന പോലെ തന്നെയാണ്. അതായത് മതം നിഷ്കർഷിക്കുന്ന ജീവിതചര്യകൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നതിനാണ് ഹറാം എന്ന് പറയും. അപ്പോൾ ഇവരുടെ ഇത്തരത്തിൽ ഇവരെ പിന്തുണയ്ക്കുകയോ സഹായിക്കുകയോ ചെയ്യുന്ന മുസ്ലിങ്ങളോ അമുസ്ലിങ്ങളോ ആയിട്ടുള്ള, അതായത് വേറെ മതവിഭാഗത്തിൽപ്പെട്ടവരാണേലും അവരുടെ പ്രവൃത്തിയും ഹറാമായിട്ടാണ് കാണുന്നത്. പിന്നെ ലോകത്തെ മുസ്ലിങ്ങളെല്ലാം ഈ പറയുന്ന 2 നേതാക്കളും അവരുടെ പ്രവൃത്തിയിൽ ദുഃഖിക്കുകയും പശ്ചാത്തപിക്കുകയും ചെയ്യുന്ന തരത്തിൽ പ്രവർത്തിക്കണം. അതായത് ഞാൻ ചോദിക്കുന്നത്, ഇത് ലോകത്തെ എല്ലാ മുസ്ലിങ്ങൾക്കുള്ള മുന്നറിയിപ്പാണ്. അതായത് ഫത്വ പുറപ്പെടുവിച്ച് അത് ആർക്ക് വേണേൽ പാലിക്കാം. അയാൾ ഉദ്ദേശിച്ചത് ഇറാനിലെ ഷിയ വിഭാഗക്കാരെ ഉദ്ദേശിച്ചുള്ള ഫത്വ ആണെങ്കിലും അയാൾ ക്ഷണിക്കുന്നത് മൊത്തം മുസ്ലിങ്ങളെയാണ്. അതെ. അതായത് ആ രീതിയിലുള്ള ഏകീകരണം ഇവർക്കെതിരെ ഉണ്ടാകണമെന്നാണ് ഇയാൾ വാദിക്കുന്നത്. ഇനിയും കഴിഞ്ഞില്ല. ഇനിയിപ്പോൾ ഈ പറയുന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ട്, അതായത് ഈ 2 നേതാക്കളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രവർത്തികൾക്കിടയിൽ ആരെങ്കിലും കൊല്ലപ്പെടുകയോ
അവർക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയോ ചെയ്താൽ അവരെ ദൈവത്തിൻ്റെ പോരാളികൾ എന്നാണ് വിശേഷിപ്പിക്കുക. അതായത് അവരെയൊക്കെ ഒരു രക്തസാക്ഷികളായിട്ടോ അല്ലെങ്കിൽ വിശുദ്ധ പദവിയുള്ളതായിട്ടോ, കാരണം ഇതെല്ലാം ദൈവഹിതത്തിന് വേണ്ടി പ്രവർത്തിച്ചവരാണ് അവർ. അപ്പോൾ ദൈവത്തിന് എത്രയും പ്രിയപ്പെട്ടവരാണവർ. അങ്ങനെ അതായത് നിങ്ങൾ പോയി അയാളെ കൊല്ലൂ എന്നാണ് പറയുന്നത്. ആ കൊല്ലുന്നതിനിടയിൽ അയാളുടെ സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ വെടിയേറ്റ് നിങ്ങൾ മരിച്ചാൽ അത് ദൈവഹിതമാണ്, അത് രക്തസാക്ഷിത്വമാണ്, അത് പുണ്യപ്രവൃത്തിയാണ്. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ, പച്ചയ്ക്ക് പറഞ്ഞാൽ കൊലവിളി പ്രസംഗമാണ് ഈ ഫത്വയുടെ പേരിൽ അദ്ദേഹം നടത്തിയത്. ഇനി ഈ പറയുന്ന ഫത്വയൊക്കെ പറഞ്ഞല്ലോ, അവിടെ ഈ ഷിയാക്കളുടെ ഏറ്റവും വലിയ പരമോന്നത നേതാവ് ഇപ്പോഴും ഖമനേയി തന്നെയാണ്. ഈ ഖമനേയിയുടെ ജീവൻ ഞാൻ തന്ന ഭിക്ഷയാണെന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. കാരണം ഈ പറയുന്ന ഇസ്രയേൽ സേന ഇദ്ദേഹത്തിൻ്റെ ഒളിയിടം കൃത്യമായി കണ്ടെത്തിയിരുന്നു, വധിക്കാനായിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കിയിരുന്നു. എന്നാൽ ട്രംപ് ഇടപെട്ടാണ് ആ നീക്കത്തിൽ നിന്ന് അവരെ പിന്മാറ്റിയതെന്നാണ് വാർത്തകൾ വന്നത്. ട്രംപ് ആ വാർത്ത ശരിവെക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് അതായത് ഇയാൾ യുദ്ധമൊക്കെ അവസാനിച്ചതിന് ശേഷം ഈ ഖമനേയിയുടെ ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു. അതിൽ ഈ ട്രംപിനെ അടക്കം വെല്ലുവിളി നടത്തുകയാണ്. പക്ഷെ ആ വീഡിയോ മുൻകൂട്ടി തയ്യാറാക്കിയതാണെന്നൊക്കെ പിന്നീട് വാർത്തകൾ വന്നു. പക്ഷെ ആ വീഡിയോയുടെ അടിസ്ഥാനത്തിൽ ട്രംപ് വീണ്ടും പ്രതികരിച്ചു. അതായത് ഇനിയും പ്രകോപനത്തിന് നിൽക്കരുത്, ഇനിയും യുദ്ധം ചെയ്യാൻ വരരുത്, നിങ്ങൾക്ക് ഈ ആണവ കരാറിൽ അത് ഒപ്പിടാൻ നിങ്ങൾ നിർബന്ധിതമാകും, അത് ആ രീതിയിൽ പോവുക, നിങ്ങൾ ചെയ്യുന്ന മണ്ടത്തരത്തിൻ്റെ ഫലമായിട്ട് നിരവധി സാധാരണക്കാർ കൊല്ലപ്പെടുന്നു, അതുകൊണ്ട് ഇനി മേലാൽ യുദ്ധം ചെയ്യാൻ പാടില്ല, നിങ്ങളിപ്പോൾ ജീവനോടെ ഇരിക്കുന്നെങ്കിൽ അത് എൻ്റെ ഔദാര്യമാണ്, ഞാൻ തന്ന ഭിക്ഷയാണ് എന്നാണ് ട്രംപ് പറഞ്ഞത്. അപ്പോൾ ഖമനേയി ഇവരുടെ ജാമ്യത്തിലാണ്, ഇവരുടെ ഒരു വിട്ടുവീഴ്ചയിലാണ് അയാൾ ജീവനോടെ ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോഴാണ് അയാളുടെ മതവിഭാഗം ഇവരെ വെല്ലുവിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇവരെ വധിക്കാനായിട്ട് ഇത്തരത്തിലുള്ള ഫത്വയൊക്കെ പുറപ്പെടുവിക്കുന്നതെന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായ സംഗതി. ഇത് വല്ല നടക്കുന്ന കാര്യമല്ലോ ആണോ? അത് അവരുടെ നാട്ടിലെ മുസ്ലിങ്ങളെ ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന കാര്യമായിരിക്കില്ലേ? അതായത് ഈ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഈ ജിഹാദി പ്രവർത്തനം ഒന്ന് കേട്ടിട്ടില്ലേ? അത് എല്ലാ ഈ തീവ്ര നിലപാടുള്ള മുസ്ലിങ്ങളും പിന്തുടരുന്ന ഒരു ശൈലിയാണ്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും അത് ഏറ്റെടുത്ത് നടപ്പിലാക്കാം. ഒരുപക്ഷെ ഈ ഏതെങ്കിലും തീവ്രവാദ സംഘടനകൾക്കുള്ള സൂചനകളായിട്ടും. അതെ 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 അതായത് ഈ ജിഹാദി പ്രവർത്തനങ്ങൾക്ക് താല്പര്യമുള്ള തീവ്ര നിലപാടുള്ള ആർക്കും ഈ ഫത്വ ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ പറ്റും. ആ രീതിയിലാണ് അയാൾ എല്ലാവരെയും ക്ഷണിക്കുന്നത്. അതായത് ലോകത്തുള്ള സകല മുസ്ലിങ്ങളും ഇവർ ദൈവഹിതത്തിനെതിരായി പ്രവർത്തിച്ചവരാണ്, ദൈവത്തെ നിന്ദിച്ചവരാണ്, അതുകൊണ്ട് അവർക്കെതിരെ നിങ്ങൾ നിലപാടെടുക്കണം, അവരെ ഇല്ലായ്മ ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ ആരെങ്കിലും ഏറ്റെടുത്ത് നടപ്പിലാക്കി അതിൻ്റെ ഉത്തരവാദിത്വം ഇവർ ഏറ്റെടുക്കുമായിരിക്കും. ഏതായാലും അറിയില്ല. ഏതായാലും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെയും അതേപോലെ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും നേർക്ക് നിന്ന് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം അത്രയ്ക്ക് വലിയൊരു സുരക്ഷാ വലയത്തിനാണ് ഈ രണ്ടുപേരും ഉള്ളത്. പിന്നെ ഏതെങ്കിലും തരത്തിൽ ചാവേർ ആക്രമണമോ ഒളിയാക്രമണമോ നടത്തിയിട്ട് ഈ തരത്തിൽ പദ്ധതി നടപ്പിലാക്കാൻ പോയാലും അത് എത്രത്തോളം വിജയിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കും. അല്ല, പറയാൻ പറ്റില്ല. കാരണം ഇവർ ലോകത്തെ ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകൾക്ക് കൂടി ഒരു സൂചനയാണ് നൽകുന്നതെങ്കിൽ വേൾഡ് ട്രേഡ് സെന്ററൊക്കെ ആക്രമിച്ച ഒരു കാലം നമ്മൾ ഓർമ്മിക്കേണ്ടി വരും. അത് തള്ളിക്കളയാനും പറ്റില്ല. അത്തരം ചില ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ടെങ്കിലും സംഭവിച്ചിട്ടുള്ളതെല്ലാം നേരെ തിരിച്ചാണ്. ഇത്തരത്തിലുള്ള ഭീകരവാദ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ഭീകരവാദ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ നേതാക്കളൊക്കെ കാലാകാലങ്ങളിൽ ഇല്ലാതായ ചരിത്രമാണുള്ളത്. ഒറ്റപ്പെട്ട തിരിച്ചടികൾ തിരിച്ചും ഉണ്ടായിട്ടുണ്ട്, അത് സത്യം തന്നെയാണ്. എന്നിരുന്നാലും ഈ ഭീകര ആശയങ്ങൾ തീവ്രവാദ ആശയങ്ങളുമായിട്ട് മുമ്പോട്ട് പോർക്കൊന്നും വലിയ ആയുസ് ഉണ്ടാവില്ല, നിലനിൽപ്പും ഉണ്ടാവില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.